ഹായ് ഹലോ, വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി നോക്കിയാലോ. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. 1/4 കപ്പ് പച്ചക്കടല 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 2 വിസിലിന് ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റ്, കോളിഫ്ലവർ, കിഴങ്ങ്, ബീൻസ് ഇത്രയും വെജിറ്റബിൾസ് ആട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കുക്കർ മൂടി വെക്കാം. മൂടി വെച്ചൊരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 6-7 കുതിർത്ത കാഷ്നട്ട്, അതുപോലെ 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ കുറുമയ്ക്ക് അരക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഈ ടൈം കൊണ്ട് തന്നെ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് കേട്ടോ, അതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി വന്നാൽ മതി. വാടി വന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച വെജിറ്റബിൾസ് ഇല്ലേ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും ചേർത്ത് കൊടുക്കാം. കുറുമ അല്പം തിക്കായിട്ടായിരിക്കും ഇരിക്കുക, അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അല്പസമയം നമുക്ക് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചെറുതായൊന്ന് തിള വന്നാൽ മല്ലിയിലയും ചേർത്ത് നമുക്ക് മൂടി വെക്കാം കേട്ടോ. അല്പം ഗരം മസാലയുടെ പൊടി ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത്ര പണിയുള്ളൂ, നമ്മുടെ ഈസി വെജിറ്റബിൾ കുറുമ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻറ്റ് ഇടാൻ മറക്കല്ലേ.